ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ മനാലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. കാരണം വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് ബോർഡ് ചെയ്യാണ്ട് ബസ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ലഗേജൊക്കെ വണ്ടി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം നഗർ കാസിലാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ എവിടെയെങ്കിലുമൊക്കെ പരിചയമുള്ള പോലെ തോന്നുന്നുണ്ടാവാം. നമ്മളെ ജബ്വി മെറ്റൊക്കെ ഇല്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, ഭയങ്കര കാമാണ്, പീസ്ഫുള്ളാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല വ്യൂ ആണ്, ഭയങ്കര ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് മുകളിലേക്കും കയറാൻ പറ്റും, അതുപോലെ തന്നെ താഴേക്കും ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മുകളിലേക്ക് കയറുന്ന ഏരിയയിലൊക്കെ റൂംസാണ്. ഇവരിതിങ്ങനെ ഒരു ഹോട്ടലാക്കി മാറ്റിയും തോന്നുന്നുണ്ട്. ഒരു ഹെറിറ്റേജ് സൈറ്റാണ് എന്തായാലും. അങ്ങനെ നമ്മൾ മുകളിലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നമുക്ക് പോയതിൽ വെച്ച് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഈ നഗർ കാസിൽ. കാരണം അത്രയും കാം ആൻഡ് പീസ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ. പക്ഷെ പറയാൻ മാത്രമുള്ള ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല, ചെറിയൊരു മ്യൂസിയമാണ്. അപ്പോൾ അതാ തിരക്ക് ഇങ്ങനെ കൂടി വരികയാണ്. നമ്മൾ രാവിലെയാണ് അവിടെ പോയിട്ടുണ്ടായത്. അപ്പോൾ മ്യൂസിയം എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ആണ് കേട്ടോ. ഒരു ആർക്കിടെക്ചറൽ മാർവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഗൈഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ നോക്കി അവിടെ ഒരു കുഞ്ഞാട്ടിൻകുട്ടിയെ നമുക്ക് അതിൻ്റെ ഒപ്പൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ അതിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മണിക്കാരം പോണ വഴി കുലു ഫാക്ടറി ഔട്ട്ലെറ്റിലൊന്നും കയറി കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് സിഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് വണ്ടി നിർത്തിയിട്ടുണ്ടായേ. എന്ത് ഭംഗിയാണ് കാണാനെന്ന് അറിയോ ഈ സ്ഥലമൊക്കെ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇഡ്ഡലിയും എന്താ പറയുക, ഈ ബ്രെഡൊക്കെ കഴിക്കണ പോലെ തോന്നിയത്. അതുപോലെ ഇതിന് ആക്ച്വലി 50 to 60 റുപ്പീസ് ഉള്ളൂ. പക്ഷെ മോൾ റോഡിൽ 150 to 200 ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളോട് നമ്മുടെ ഗൈഡ് തന്നെയാണ് പറഞ്ഞത് നമുക്ക് പോണ വഴി കഴിക്കാം, അത്ര റേറ്റ് ഇല്ല അവിടെ എന്നൊക്കെ. ഈ 150-200 റുപ്പീസിനുള്ളൊന്നും തീരെ ഇല്ല കേട്ടോ അത്. അങ്ങനെ നമ്മൾ മണിക്കാരനിലെത്തി. പോണ വഴിക്ക് നമ്മൾ റിവറിൻ്റെ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. ഇത് കണ്ടോ, ഹോട്ട് സ്പ്രിങ്, റിവറിൽ തന്നെ ഹോട്ട് സ്പ്രിങ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗുരുനാനക് ഡേ ആയ കാരണം തന്നെ നല്ല തിരക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതുപോലെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് രാം മന്ദിറാണ്. അത് കഴിഞ്ഞ് നമ്മളൊന്നും കൂടി നേരെ നടന്നപ്പോൾ ഇതുപോലെ ഒരു ബ്രിഡ്ജ് കണ്ടു. പിന്നെ അവിടെ എന്തോ കുറേ ലോക്കൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിട്ടോ. അത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അവിടെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ദാ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെ ശിവയിലൊക്കെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കസോൾ മാർക്കറ്റിൽ പോവുകയാണ് ചെയ്തത്. അവിടെയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനേക്കാളും ഷോപ്സ് മോൾ റോഡിലാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഈ ഡോങ്കീസിന് വീഡിയോ എടുക്കുന്ന ടൈമിൽ അതിങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നേ ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ ഒരു നിമിഷത്തേക്ക്. പിന്നെ നമ്മൾ അവിടെ ഒരു ജർമ്മൻ ബേക്കറി കയറിയിട്ട് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുകയാണ് ചെയ്തത്. അവിടെ കുറേ ജർമ്മൻ ബേക്കറീസ് ഞങ്ങൾ കണ്ടു കേട്ടോ മനാലിയിൽ. അവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ പേസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. വരുന്ന വഴിക്ക് 1.5 മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ പെട്ട്. ഹിമാചൽ രാത്രിയിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വേണം ബസ് ബോർഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ മനാലി ട്രിപ്പ് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.